അപ്പോൾ ഒരു കിടിലൻ ഫോർച്യൂണർ ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി? നല്ല മൊഞ്ചുള്ള വണ്ടിയല്ലേ ഇത്. കുറേ ആളുകൾക്ക് വൈറ്റ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ ഞാൻ ഇത്രയും കാലത്തൊരു 6-7 കൊല്ലത്തെ ഡൽഹി എക്സ്പീരിയൻസ് തന്നെ ഒരു 5-ൽ താഴെ വണ്ടികൾ മാത്രമാണ് ഈ കളറിലുള്ള ഫോർച്യൂണർ ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല അടിപൊളി കളറാട്ടോ. ക്രിസ്റ്റയ്ക്കകത്തൊക്കെ വരുന്ന ഗ്രേ കളറിലുള്ള ഫോർച്യൂണർ ആണ് ഈ കിടക്കുന്നത്. കാരണം ഞാൻ വൈറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിൽവർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫാൻറ്റം ബ്രൗൺ ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് കളറും ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ ഫോർച്യൂണറും കൂടി ഉണ്ട്, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കളർ വളരെ എണ്ണം കുറവാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഗ്രേ കളർ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. വളരെ ഒരു റെയർ കളർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനം 2018 മോഡലാണ്. 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ്? ഓണർഷിപ്പ് നോക്കും, അതുപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി, റീപ്ലേസ്മെൻറ്റോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും സംഭവിച്ചിട്ടില്ലാത്ത വാഹനമാണ്. ത്രൂ ഔട്ട് ടൊയോട്ട ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് റെക്കോർഡുമുള്ള വാഹനമാണ്. 1,47,000 ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അതിൽ തന്നെ 1,45,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. ജസ്റ്റ് 2-3 മാസം മുന്നെയാണ് ലാസ്റ്റ് സർവീസ് കമ്പനിയും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റീപ്ലേസ്മെൻറ്റും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ഗ്ലാസ് ആണ്. സാധാരണ ഡൽഹിയിൽ നിന്ന് നമ്മൾ റീപ്ലേസ്മെൻ്റ് ഉള്ള ഫ്രണ്ട് ഗ്ലാസ് ഉള്ള വാഹനങ്ങൾ കാണാറുണ്ട്. അത് ആക്സിഡൻറ്റ് വന്നിട്ടും മാറാറുണ്ട്, അല്ലാണ്ടേ മാറാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് ഫ്രണ്ട് ഗ്ലാസും ഒറിജിനൽ ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ പക്ക എന്താ പറയുക, ഒരു ക്ലീൻ പീസ് വാഹനം എന്ന് പറയാം. അപ്പോൾ ഗ്രേ കളറിൽ 4x2 ഓട്ടോമാറ്റിക്കുള്ള ഫോർച്യൂണറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു പുറകുവശത്തേക്ക് നോക്കുകയാണെന്ന് കണ്ടില്ലേ. അപ്പോൾ യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പുറകുവശമാട്ടോ വാഹനത്തുള്ളത്. ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. അതുപോലെ തന്നെ ഓക്കെ, അതിൽ പുറകിലെത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഉൾവശം കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ കേട്ടോ വാഹനത്തിനുള്ളത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് 1 രൂപ പോലും മുടക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെ ഡിക്കി അഴിച്ച പാടോ കാര്യങ്ങളോ ഒന്നും അഴിച്ചിട്ട് പോലുമില്ല. ഉള്ളിലൊക്കെ ഒറിജിനൽ പെയിൻറ്റുമാണുള്ളത്. യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഡിക്കിയും ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബോഡി കണ്ടില്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബോഡിയാണ്. ചെറിയ ചെറിയ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെന്താ പറയുക, ചെറിയ കല്ലടിച്ച് ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കല്ലടിച്ചിട്ടുണ്ടാകുന്ന ഡെൻറ്റ്, അതല്ലാതെ വേറെ മേജറായിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയാൽ മാത്രം കാണുന്ന ചെറിയ മൈനറായിട്ടുള്ള ഡെൻറ്റ് ഉള്ളു, അങ്ങനത്തെ ഡെൻറ്റാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ഗ്ലാസ് ഇതെല്ലാം ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഡോറൊക്കെ ഒറിജിനലാട്ടോ. നമുക്ക് പുറകുവശത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലീനിലുള്ള ഇൻറ്റീരിയർ ഭാഗമാട്ടോ ഉള്ളത്. സീറ്റൊന്നും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സിംഗിൾ ഓണർ വാഹനമായതുകൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ്. അത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വശമൊക്കെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള റൂഫ്, അതുപോലെ തന്നെ സീറ്റ്, ഡാഷ്ബോർഡ്, ഡോർ പാഡ് ഒക്കെ തന്നെയാണ് വാഹനത്തിന് നിലവിലുള്ളത്. ഈ ഒരു ഡോറിനും വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇതും ഒറിജിനൽ ഡോറാണ്. കമ്പനി പേസ്റ്റിംഗ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങളും ഇൻഡിവിജ്വൽ വീഡിയോയ്ക്കകത്ത് കാണിച്ച് പോകുന്നില്ല, കാരണം അങ്ങനെ പോയൊക്കെ കുറേ ലെങ്ത് ആവും. ഞാൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നടന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല കേട്ടോ. സീറ്റ് ഇവിടെ ചെറിയൊരു ചുളുക്ക് കാര്യങ്ങൾ, കുറച്ചൊരു തേയ്മാനങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വർക്കിംഗ് കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. സ്റ്റിയറിംഗ് ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു ഫെയിഡ്നെസ് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇവിടെ ഉണ്ട്. നോർമലി വരുന്നതാണ്. ടൊയോട്ട വണ്ടികൾ ക്രിസ്റ്റയ്ക്കകത്തും ഫോർച്യൂണറിനകത്തൊക്കെ വരുന്ന ഒരു സെയിം ഇഷ്യൂ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറാട്ടോ. ഈ വാഹനത്തിന് മുകളിൽ 5 ടയറും ഒരു 95% മുകളിൽ ത്രെഡ് ലൈഫ് ബാക്കിയുള്ള ടയറാട്ടോ. അപ്പോൾ ഈ 4 ടയറും റീസെൻ്റായിട്ട് മാറ്റിയിട്ടുള്ള കോണ്ടിനെൻ്റലിൻ്റെ നല്ല അടിപൊളി ടയറാട്ടോ. ഒരു 90% മുകളിൽ ടയർ ലൈഫ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനം 1,47,000 ആട്ടോ ഓടിയിട്ടുള്ളത്. പക്ഷേ 1,47 ഓടിയ വണ്ടിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ക്വാളിറ്റി ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എഞ്ചിൻ റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. എഞ്ചിൻ റൂമും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളിൽ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും സംഭവിച്ചിട്ടില്ല കേട്ടോ വാഹനത്തിന്. പക്ക ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ് വാഹനത്തിനുള്ളത്. കണ്ടോ, ഉള്ളിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല, ഒരു ലീക്കേജും ഇല്ല. നല്ല സ്മൂത്തായിട്ടുള്ള സൗണ്ടാണുള്ളത്. കാരണം എല്ലാ സർവീസും കറക്റ്റായിട്ട് കമ്പനിയിൽ തന്നെ ചെയ്തു പോയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ബോഡി വൈസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിലൊന്നും യാതൊരു ലീക്കേജോ ഒന്നുമില്ല, ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. ബോണറ്റും ഒറിജിനലാണ്, അഴിച്ചിട്ടൊന്നുമില്ല. ബാറ്ററി ഒക്കെ നല്ല അടിപൊളി ബാറ്ററി തന്നെ കേട്ടോ. യെസ്,
പിന്നെ ആകെ ഈ ഒരു ഭാഗത്ത് ഞാൻ പെയിൻറ്റ് കണ്ടിട്ടുള്ളത് 2 പീസിൻ്റെ മുകളിലാണ് പെയിൻറ്റ് കണ്ടിട്ടുള്ളത്. ഈ ഒരു ഡോറും അതേപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ പാനലാണ് ഞാൻ പെയിൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നോക്കിയ സമയത്ത് കമ്പനി തന്നെ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ട് റീപെയിൻറ്റ് ചെയ്തതാണ്. കാരണം മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും കമ്പനിയിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ സ്ക്രാച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 2 പാർട്ടിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഈ പാർട്ട് ഫുള്ളായിട്ട് അടിക്കും, അതേപോലെ തന്നെ ഈ ഒരു പാർട്ടും ഫുള്ളായിട്ട് അടിക്കും. അങ്ങനെ അടിച്ചതാവാം. കാരണം മേജറായിട്ടുള്ള പുട്ടിയ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് പഞ്ചിങ് ഒക്കെ കണ്ടോ അതേപോലെ തന്നെയുണ്ട്. അതേപോലെ മീൻസ് കമ്പനി ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു സ്റ്റോക്ക് പഞ്ചിങ് ആണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊന്നും യാതൊരു പരിക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഔട്ടർ ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊന്നും പുട്ടിയൊന്നും അധികമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം ഉള്ളിലും വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റൂഫും അത്യാവശ്യം ക്ലീനാണ്. റൂഫിനകത്തും വേറെ ഡെൻറ്റസ് ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ ആകെ ചെറിയൊരു സ്ക്രാച്ചസ് ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഭാഗത്ത്. ഇത് ഞാൻ നോക്കിയ സമയത്ത് ഇവിടെയും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരിത് ഇവിടെയുണ്ട്, ആ 2 സൈഡിലുണ്ട്. അത് എനിക്ക് തോന്നുന്ന ആ ഒരു കാരിയർ വെച്ചതിൻ്റെ ലെഗിൻ്റെ ആ ഒരു പാടായിരിക്കും. കാരണം കയറിൻ്റെ ചെറിയ ഇളക്കം കൊടുക്കുന്ന സമയത്ത് ചെറിയ സ്ക്രാച്ച് വരാറുണ്ട്. അപ്പോൾ ഇത് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റൂ കേട്ടോ. കാരണം ചെറിയ ലൈൻസാണുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആ സൈഡിലും അതേപോലെ തന്നെ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്. അത് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. അപ്പുറത്തെ പോലെ അധികം അത്രയൊന്നുമില്ല, ചെറിയ മൈനറായിട്ടുള്ളത്. ഓക്കെ, പുറകിലില്ല, ഫ്രണ്ടിൽ ഇതാ ഇവിടെ കണ്ട ചെറിയൊരിത്. പിന്നെ ഗ്ലാസിൻ്റെ മുകളിലൊന്നും യാതൊരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒട്ടിച്ചാൽ കേട്ടോ. ഇത് ക്രാക്കൊന്നും ആയിട്ട് ഒട്ടിച്ചൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ സ്പോട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത്. 2018 മോഡൽ 4x2 ഓട്ടോമാറ്റിക് 1,47,000 ഓടിയിട്ടുള്ള ഫുൾ സർവീസ് റെക്കോർഡ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. ഗ്രേ കളറാണ് കേട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലത്തെ വില എന്ന് പറയുന്നത് 19,85,000 കേട്ടോ. 19,85,000 രൂപ. 19,85,000 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡൽഹിയിലത്തെ പ്രൈസ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. നാട്ടിലെത്തിച്ചേരുന്ന പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല. ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ 19,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 4x2 ഓട്ടോമാറ്റിക് നല്ല അടിപൊളി വാഹനം, അതായത് ഗ്രേ കളർ വാഹനമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനം. അടിപൊളി 4 ടയേഴ്സും വാഹനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ടയറിനെ എടുത്ത് പറഞ്ഞതല്ല, നമ്മൾ ബാക്കിയുള്ള മെക്കാനിക്കൽ പരമായ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്ലസ് ഒരു 4 പുതിയ ടയറും കൂടി വാഹനത്തിന് മുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കോസ്റ്റ് വരുന്ന കാര്യമാണ്. കാരണം വലിയ ടയർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ. നമ്പർ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യും. വാഹനത്തിൻ്റെ ഹിസ്റ്ററിയുടെ PDF ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതും തരുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് വാലിഡ് ആണ്, സ്പെയർ കീസ് അവൈലബിൾ ആണ്. നമ്മളൊരു യൂസ്ഡ് വാഹനം, ഒരു നല്ലൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ നോക്കുന്ന എല്ലാ കാര്യങ്ങളും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വണ്ടിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ സോൾഡ് ആയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ പല വണ്ടികളും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അങ്ങനെയുള്ള വണ്ടികൾക്ക് ഫോട്ടോസ് മാത്രമായിട്ടൊക്കെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്തൊന്നും അതിനകത്ത് അപ്ഡേറ്റ്സ് വരില്ല. ഡൽഹിയിലുള്ള സമയത്ത് മാത്രമാണ് അതിനകത്ത് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും തുടർന്നും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.